അപ്പോൾ അയാൾ റിപ്പീറ്റ് ചെയ്തതാ? റിപ്പീറ്റ് ചെയ്താ. ഓക്കെ. എവിടെയാ കോച്ചിങ്ങിനൊക്കെ പോയിരുന്നത്? ഓക്കെ. പാലയിൽ. ആഹാ. എവിടെയായിരുന്നു സെൻറ്റർ എക്സാം? എക്സാം സെന്റർ കാസർഗോഡ്. കാസർഗോഡ്. അപ്പോൾ നീറ്റ് എയിംസ് ഒന്നും എഴുതിയിട്ടില്ലേ? എയിംസ് എഴുതിയില്ല. AFMC നോക്കുന്നുണ്ടോ? AFMC ഇഷ്ടമല്ല. ഓ, ഏറ്റവും ബെസ്റ്റാണ് AFMC. പക്ഷെ AFMC കിട്ടുമോ സാറേ ഈ സ്കോറിൽ? അല്ല, നോക്കണം. എനിക്ക് സ്കോറുകളുടെയും എവിടെ കിട്ടും എന്നുള്ളത് എനിക്ക് യാതൊരു രൂപമില്ല. കാരണം ഈ സ്കോറുകൾ മാത്രം നോക്കിയിട്ട് പറയാൻ പറ്റില്ല. കാരണം എത്ര പേര് അപ്ലൈ ചെയ്തു, എവിടേക്കാണ്, അതൊക്കെ ഒരു വെറും പ്രൊഡിക്ഷൻസ് ആണ്. കറക്റ്റ് ആവണമെന്നില്ല. ഓക്കെ. ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് സാറേ, ഇതിപ്പോ അഥവാ ഇതിന് പോകാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ വേറൊരു ആൾട്ടർനേറ്റീവ് പ്ലാൻ ബി. അല്ല, അത് അയാളോട് താല്പര്യമുള്ളത്. എൻ്റെ വീഡിയോസ് ഉണ്ട് കുറേ. അതിൽ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും ഓരോ വിഷയത്തെക്കുറിച്ചും അതിൻ്റെ താല്പര്യങ്ങൾ, പിന്നെ അയാൾക്ക് ഏത് വിഷയമാണ് ഇഷ്ടം എന്നറിയാതെ നമ്മൾ ഈ അച്ഛനോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ പറയുന്നത്, ഇപ്പം നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് വേറെ ആരെങ്കിലും പറയുന്ന പോലെയാണ്. അതെ, ഒന്ന് നമ്പർ 1. ഒന്ന് നമ്പർ 2, നല്ലതായാലും കുക്ക് ചെയ്യുന്നത് നല്ലതല്ലെങ്കിലോ? അതെ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇന്ന കോഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ബെസ്റ്റാണ്. കമ്പ്യൂട്ടർ സയൻസിൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ആരാ കേരളത്തിലുള്ളത്? ഇവരൊന്നും പഠിച്ചിട്ടില്ല അത്. അപ്പോൾ പിന്നെ അത് പറഞ്ഞിട്ടെന്ന കാര്യം? അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ പറയാം, ബേസിക് എഞ്ചിനീയറിങ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, അതിൽ ഏത് വേണമെങ്കിലും വീട്ടിനടുത്തുനിന്ന് പോയിട്ട് വരാൻ പറ്റുന്നത് പഠിച്ചോളാനാ പറയാം. കാരണം ഈ കുട്ടികളൊക്കെ മോശമാവുന്നത് ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴും അവിടുത്തെ കമ്പനിയും ഒക്കെ കൊണ്ടാണ്. അവർ എപ്പോഴെങ്കിലും ഹോളിഡേ കിട്ടുമ്പോൾ വീട്ടിൽ വരും. അപ്പോൾ ആ സമയം നഷ്ടമാവും. അതേ സമയത്ത് അവിടെ ഇൻ്റർനെറ്റ് ഉണ്ടാവില്ല. വീട്ടിലിരുന്നിട്ട് ഇൻ്റർനെറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറേ ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ചെയ്യാം. അത് ഇന്ന് മുതൽ, അഡ്മിഷൻ കിട്ടിയതിന് ശേഷമല്ല. അത് മെഡിക്കൽ ഫീൽഡായാലും ഏതൊക്കെയാണോ താല്പര്യം ആ ഫീൽഡിലൊക്കെ ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ഇൻ്റർനാഷണലി ചെയ്യാം. അത് ചെയ്തു വരുമ്പോൾ കുറേ ബോധം കിട്ടും. ഇതൊക്കെയാണ് ഞാൻ അറിയേണ്ടത് എന്ന്. പഠിക്കേണ്ടതാണോ സർട്ടിഫിക്കറ്റോ അല്ല. അങ്ങനെ കുറേ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ധൈര്യം കുട്ടികളിൽ വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഇനി നാളെ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. നമ്മൾ കോളേജിലെ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് എവിടെയെങ്കിലും ജോലിക്ക് പോയാലൊക്കെ ചാൻസ് കുറയുന്നൊരു ലോകമാണ് വരാൻ പോകുന്നത് 4-5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക്. നിങ്ങൾ എക്സ്ട്രാ എന്ത് പഠിച്ചു എന്ന് ചോദിക്കും. പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറഞ്ഞാൽ ഇപ്പം മകൾക്ക് വേണ്ടി അച്ഛനാണ് സംസാരിക്കുന്നത്. അത് കണ്ടുപിടിച്ചിട്ട് ബോധത്തോടു കൂടി സംസാരിക്കാൻ പറ്റുന്ന 18 വയസ്സുകാരി ആയിട്ടില്ല എന്നർത്ഥം. പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ ആ പ്രായമൊക്കെ അല്ലേ. അങ്ങനെയുള്ള കുട്ടികളുണ്ട് നമുക്ക്. ആരാ പറഞ്ഞത്, അച്ഛനാണോ അമ്മയാണോ എന്നൊക്കെ അങ്ങോട്ട് ചോദിക്കും ഞാൻ. അപ്പോൾ പറയാം, അല്ല ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്, ഞാൻ തന്നെ കേട്ടു. അപ്പോൾ എന്ത് കേട്ടു എന്ന് ചോദിക്കുമ്പം ഇന്ന വീഡിയോ കണ്ടു, അതിലെന്താ കണ്ടത് ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറയും. അപ്പോൾ അങ്ങനെ മക്കൾ നന്നായിട്ട് സ്വന്തം ഇത് കണ്ടുപിടിച്ച് പഠിച്ച് വായിച്ച് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും, അത് വെറ്റിനറി സയൻസ് ആയാലും BDS ആയാലും MBBS ആയാലും നഴ്സിംഗ് ആയാലും ബിടെക്കിലുള്ള ഓരോ കോഴ്സുകളായാലും എല്ലാത്തിനെ കുറിച്ചും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെ, പക്ഷെ നിങ്ങൾ കണ്ടിട്ട് കാര്യമില്ല. അല്ല, നിങ്ങൾ കാണണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അത് ആ മക്കൾ കാണുമ്പോഴാണ്. കാരണം നാളെ ഇത് അതിനു വേണ്ടിയിട്ട് മാത്രമല്ല, നാളെ ഇങ്ങനെ സ്വന്തം പഠിക്കാനുള്ള, സ്വന്തം ഇൻട്രസ്റ്റ് കണ്ടെത്താനുള്ള, സ്വന്തം ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ഞാൻ ഏതാണ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ചെയ്യേണ്ടത്, അത് സ്വന്തം കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടെന്ന കാര്യം? കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം എന്ന് താല്പര്യമുണ്ട്, ഞാൻ ഏതാ ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ചെയ്യേണ്ടത്? കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം താല്പര്യമുള്ളവർക്ക് സ്വന്തം കണ്ടുപിടിച്ചോളൂല്ലേ. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഗെയിംസിന് എനിക്ക് സ്പോർട്സും ഗെയിംസും ഒക്കെ നല്ല ഇഷ്ടമാണ്. ഞാൻ ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്ന് ചോദിക്കുന്ന ഒരാളുണ്ടാവുക. അതുപോലെയാണ് എനിക്ക് കമ്പ്യൂട്ടർ സയൻസാണ് ഇഷ്ടം, ഞാൻ ഏത് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ് ചോദിക്കേണ്ടത്. ഇതുപോലെയാണ്. എനിക്ക് ഫുഡ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ, ഞാൻ ഏത് ഫുഡാണ് കഴിക്കേണ്ടത് ആരെങ്കിലും ചോദിക്കുമോ? അതുപോലെയാണ്. അപ്പോൾ അവനവൻ്റെ താല്പര്യം കണ്ടെത്താനുള്ള കഴിവ് കൂടി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിപ്പോൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ എപ്പോഴാണ് ചെയ്യാം?
അപ്പോൾ നല്ലോണം വർക്ക് ചെയ്യാൻ പറയാം. എന്തിനാ ചേരേണ്ടത്, എന്താ ആവേണ്ടതെന്നല്ല, എന്താ പഠിക്കേണ്ടത്, എന്തിലാ താല്പര്യം എന്ന് ആദ്യം നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ സാധാരണ അത് കണ്ടെത്താത്തവരാണെങ്കിൽ, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൽ ഗൈഡ് ചെയ്യും. എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഇപ്പോഴും നിങ്ങൾ തീരുമാനമായിട്ടില്ല, അതുകൊണ്ട് ഹൈവേയിലെ കൂടി ഓടിച്ചാൽ മതി, ഇടവഴിയിൽ പോകണ്ടെന്ന് പറയും. ഓക്കെ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഈ കോർ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ നമുക്ക് ഇന്ത്യയിൽ ഈ 4 മാത്രമേ എഞ്ചിനീയറിംഗ് സർവീസായിട്ട് കരുതിയിട്ടുള്ളൂ. അവർക്കേ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എഴുതാൻ പറ്റുള്ളൂ. ഈ പഠിച്ചതിൽ നിന്ന് എപ്പോഴും വേറെ ഏതിലേക്ക് വേണമെങ്കിലും ചാടാം. ഇപ്പോൾ മെക്കാനിക്കൽ പഠിച്ച ഒരാൾക്കും ബയോമെക്കാനിക്കലോ ബയോമെഡിക്കലിലോ ഇൻസ്ട്രുമെൻറ്റേഷനിലോ റോബോട്ടിക്സിലോ എന്തിൽ വേണമെങ്കിലും ചാടാം. ഇലക്ട്രോണിക്സ് പഠിച്ച ഒരാൾക്ക് നാളെ പവർ ഇലക്ട്രോണിക്സ് പഠിക്കാം, ഇലക്ട്രിക്കൽ പഠിച്ച ഒരാൾക്ക് നാളെ പവർ ഇലക്ട്രോണിക്സ് പഠിക്കാം. അതുപോലെ സിവിൽ പഠിച്ചാലും കമ്പ്യൂട്ടർ സയൻസിലേക്ക് ചാടാം. അപ്പോൾ ബേസിക് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എന്തിലേക്കും ചാടാം. ഇന്ന് ഒരു സ്പെഷ്യലൈസേഷനിൽ ഗ്രാജുവേഷനിൽ പോയാൽ പിന്നെ ആ വഴിയേ പോകാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടർ സയൻസ് നാളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ തീർന്നു കഥ. സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് എനിക്കിപ്പം കമ്പ്യൂട്ടർ ആവണം എന്ന് പറഞ്ഞാൽ പറ്റും, അത് വേണ്ട സ്വന്തം പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റും. കമ്പ്യൂട്ടർ സയൻസുകാരന് എവിടെയാണ് സ്വയം പ്രാക്ടീസ് ചെയ്യുക? അത്രയൊക്കെ മാർക്കറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പഠിപ്പിക്കുന്ന മാഷന്മാരൊന്നും, ഞാൻ സാധാരണ പറയാം പോളിടെക്നിക്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് എഞ്ചിനീയറിങ്ങിന് പോകുന്നവരാണ് നേരിട്ട് പോകുന്നതിനേക്കാളും നല്ലതെന്ന്. കാരണം അവർ കുറച്ച് പ്രാക്ടിക്കലിങ്ങും പഠിച്ചിട്ടുണ്ടാവും. ഞാനൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ ലാബിൽ ഒരിക്കലും ബിടെക്കാരനെ വെക്കാറില്ല, ഡിപ്ലോമക്കാരനെ വെക്കുക. ലാബിൽ പഠിപ്പിക്കാൻ ഡിപ്ലോമക്കാരാണ് നല്ലത്. എഞ്ചിനീയേഴ്സ് പ്രാക്ടിക്കൽ ചെയ്യുന്നില്ല. അപ്പോൾ ആ പ്രാക്ടിക്കൽ അറിയാത്തവർ പഠിപ്പിക്കുന്നതാണ് എല്ലാം. മിക്കവാറും എഞ്ചിനീയറിംഗ് കോളേജിൽ അങ്ങനെയാണ്. ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ളവർ എത്ര പേരുണ്ടാവും കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ? ഇല്ല. നിങ്ങളുടെ തൊട്ടടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, അവിടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു ഞാൻ 10-12 കൊല്ലം മുമ്പ്. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ കേരളത്തിൽ, അത് കഴിഞ്ഞ് മാളയിലുണ്ടായിരുന്നു. അങ്ങനെ കുറേ കോളേജ്, ഒരു 100-100 കോളേജ് നമ്മൾ നേരിട്ട് കാണുകയും ഒരു 1000-ലധികം കോളേജുകളിൽ ക്ലാസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഓൺലൈനായിട്ടുമൊക്കെ. അപ്പോൾ ഇവിടുത്തെ സ്ഥിതി പരിതാപകരമാണ്. അപ്പോൾ നിങ്ങൾ എവിടെ ചേർത്തിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രൊഫഷണലി കുറച്ചും കൂടി നല്ലതാണ് മെഡിക്കൽ ഫീൽഡ്. കാരണം അവിടെ പഠിപ്പിക്കുന്ന ഡോക്ടർമാരൊക്കെ പഠിപ്പിക്കുന്നവരെ ഡോക്ടർമാരാണ്, എന്ന് വെച്ചാൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയേഴ്സ് അല്ല പഠിപ്പിക്കുന്നത്, അവർ പ്രാക്ടീസ് ചെയ്യാത്ത എഞ്ചിനീയർമാരാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നത്, അത് MBA ആയാലും, MBA BBA എന്ന് പറഞ്ഞാൽ ബിസിനസ് മാനേജ്മെൻ്റ് ആണ്. പ്രാക്ടീസ് ചെയ്യുന്ന ബിസിനസ്സുകാരനൊന്നും അല്ലല്ലോ പഠിപ്പിക്കുന്നത്. അല്ല, അവർക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ HR ചെയ്യുകയും റിക്രൂട്ട്മെൻറ്റ് ചെയ്യുകയും ട്രെയിനിങ് ചെയ്യുകയും അത് ഹെഡ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് നമ്മൾ. അപ്പോൾ അതുപോലെ എൻജിനീയറിങ്ങിൽ മെയിൻ്റനൻസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. സ്കാനർ മെയിൻ്റനൻസും ഒക്കെ പഠിച്ചിട്ടുണ്ട്, അത് വർക്ക് ചെയ്തിട്ടുണ്ട് ഓഫീസിൽ. ഫോട്ടോ ലാബ് എന്നൊക്കെ പറഞ്ഞാൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എല്ലാ എക്യുപ്മെൻറ്റുമാണ്. ഞാൻ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടുള്ള മാപ്പിങ്ങിലാണ് ജോലി ചെയ്തത്. അപ്പോൾ നമ്മൾ പ്രാക്ടീസിങ് എഞ്ചിനീയേഴ്സാണ്. അപ്പം നമ്മളിതൊക്കെ കാണും പറയുമ്പോൾ. പക്ഷേ ബിടെക് എംടെക്കാർ അവരെ കുറ്റം പറയല്ല, കാരണം അവർക്ക് അതിന് സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രാക്ടീസിങ് എഞ്ചിനീയേഴ്സ് പഠിപ്പിക്കുന്നതും നോൺ പ്രാക്ടീസിങ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് പഠിപ്പിക്കുന്നതും വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും, മിക്കവാറും എല്ലാ സ്ഥലത്തും, വളരെ ചുരുക്കം 1-2 സ്ഥലത്ത് മാത്രമേ നമ്മൾ കാണുള്ളൂ. എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു, ഇതുവരെ എയർക്രാഫ്റ്റിൽ പോലും കയറാത്ത ആളായിരിക്കും. കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുന്നു, അയാൾ ഇതുവരെ ഒരു കമ്പ്യൂട്ടർ തുറന്നിട്ടുണ്ടാവില്ല. ഞാൻ പറയില്ല 4 സ്ക്രൂ അഴിച്ച് തുറന്നിട്ട് നിങ്ങൾ കാണിച്ചതാണ് എനിക്ക് ഉള്ളിൽ എന്താ ഉള്ളതെന്ന്. തിയററ്റിക്കലി പോലെ അല്ലല്ലോ പ്രാക്ടിക്കൽ. ഇപ്പോൾ മെഡിക്കലുകാർ അങ്ങനെയല്ല. മെഡിക്കലുകാർ നേരിട്ട് ഡെയിലി രോഗികളെ കാണും, അവർ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അത് കുറച്ചും കൂടി മെച്ചമായിരിക്കും. അതുകൊണ്ടാണ് പ്രൊഫഷണലി മെഡിക്കൽ ഫീൽഡാണ് പ്രൊഫഷണൽ, ബാക്കിയൊന്നും പ്രൊഫഷണൽ അല്ല, തിയററ്റിക്കലാണെന്ന് ഞാൻ പറയാം. ഓക്കെ, എന്ത് പഠിച്ചാലും പാരലലി നല്ല ജനറൽ നോളജും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പും ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഇതൊക്കെ ഇങ്ങനെയുള്ള കുറേ കഴിവുകൾ ഉണ്ടെങ്കിൽ ഏത് ജോലിയിലും എക്സൽ ചെയ്യാൻ പറ്റും. അതെ, ബയോളജി ആണെങ്കിൽ നിർബന്ധമാർവം ഏതെങ്കിലും മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം നല്ലത്. അതല്ലെങ്കിൽ ഇപ്പോൾ അഗ്രികൾച്ചർ ഉണ്ട്, നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അവിടെ കിട്ടുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് പോയിട്ട് വരാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നല്ല, അല്ല ഈ ഗ്രാജുവേഷനൊക്കെ
ഏത് കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഏതാ നല്ല കോഴ്സ് ഉണ്ട് സാറേ? അല്ല, ഞാൻ പറയുന്നത് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ഗ്രാജുവേഷൻ പഠിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറയാം. അതിനുള്ള കാരണം ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത്, ഈ നോളജ് മാത്രമല്ല, ജനറൽ നോളജ് വേണം, കുറേ പിന്നെ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ വേണം. ഇതൊന്നും കോളേജുകളിൽ കിട്ടൂല. രണ്ട്, വീട്ടിൽ മക്കളെ ആകെ കിട്ടുന്നത് ഈ ഒരു സമയത്ത് ഒരു 3 കൊല്ലവും 4 കൊല്ലവും കൂടി ആയിരിക്കും. അപ്പോൾ അമ്മമാർക്കെങ്കിലും താല്പര്യം ഉണ്ടാവണ്ടേ എൻ്റെ മോളെ എൻ്റെ അടുത്ത് നിർത്തണം എന്നുള്ളത്. ഈ ലോകം അത്ര നല്ലതല്ല, പ്രത്യേകിച്ചും ക്യാമ്പസുകൾ നല്ലതല്ല. പ്രത്യേകിച്ചും ഗൾഫിൽ ജോലി ചെയ്യുന്ന അച്ഛന്മാരുടെ മക്കളൊക്കെ വല്ലാണ്ട് വികൃതികളായി പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. അത് മോളായാലും മോനായാലും. മനസ്സിലായോ? ഇങ്ങനെ കുറേ അറിയുന്നത് കൊണ്ട് കേസുകൾ ഡെയിലി ഡീൽ ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, നല്ലോണം പഠിക്കുന്ന എക്സലൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ഗ്രാജുവേഷന് പോയി പുറത്തെവിടെയെങ്കിലും പോയി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അകന്നു നിന്നു, ഹോസ്റ്റലിൽ നിന്നു, പിന്നെ അവരെ കാണുന്നത് വേറെ പല സ്ഥലത്തുമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. നല്ല പ്രൊഫഷണൽ നാഷണൽ യൂണിവേഴ്സിറ്റി മെറിറ്റിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അവിടെ വരുന്ന കുട്ടികളൊക്കെ ഒരേ ഫ്രീക്വൻസി ഉള്ളവരായിരിക്കും. അവർക്കൊക്കെ പഠിക്കണം എന്നുള്ള ബോധം ഉണ്ടാവും. ഏത് പ്രൈവറ്റ് കോളേജുകളായാലും എൻട്രൻസ് ഒക്കെ നടത്തും, അതൊക്കെ തട്ടിപ്പ് പരിപാടിയാണ്. സ്കോളർഷിപ്പ് കൊടുക്കും, അതും തട്ടിപ്പാണ്. ഞാനും ഒരു പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് വരെ. ഓക്കെ, നമുക്ക് അവിടെ വരുന്ന കുട്ടികളുടെ ക്വാളിറ്റി കറക്റ്റായിട്ട് അറിയാം. അത് എത്ര ഫേമസ് ആയിട്ടുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂരുള്ള ഏറ്റവും നല്ല ബ്രില്യൻ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലും കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് അവിടെയുള്ള കുട്ടികളുടെ ഒരു സ്റ്റാൻഡേർഡ് അറിയാൻ നന്നായിട്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അവർ ക്യാമ്പസിനകത്ത് കാട്ടിക്കൂട്ടുന്നതൊക്കെ കാണുന്ന ഒരാളാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഈ ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം എല്ലാ വർഷവും ഈ സമയമാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കോൾ കിട്ടുക. അതൊക്കെ റെക്കോർഡ് ചെയ്യും. അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഇടുന്നതാണ് എൻ്റെ പ്ലേലിസ്റ്റിൽ. വാട്ട് വേർ ടു സ്റ്റഡി എന്ന് പറയുന്നൊരു സംഭവം. അതിൽ ഓരോ വിഷയവും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അല്ലാതെ മക്കൾ കാണണം. അച്ഛനും അമ്മയും കാണുന്നതിനേക്കാളും കൂടുതൽ മക്കൾ കാണണം. കാരണം അവർക്കല്ലേ താല്പര്യം വേണ്ടത്. അതെ, അല്ല, അവർ കൺഫ്യൂസ്ഡ് ആണ്. കാരണം എല്ലാ ടീച്ചർമാരും ചെയ്യേണ്ടത് ഇതിലേക്ക് ഗൈഡ് ചെയ്യലാണ്. ആ ഗൈഡൻസ് കൊടുക്കാനുള്ള ടീച്ചർമാരില്ല. അവിടെ കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് നടത്തുന്ന ഒരു ലോകം കാണാത്ത ഏതോ പവർ പോയിന്റിൽ നിന്ന് കുറേ കാര്യങ്ങൾ എടുത്ത് പറയുന്നവരായിരിക്കും പലപ്പോഴും. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഇവരൊക്കെ ഒരേ വഴിയിലാണ് പോകുന്നത്. നേരെ പോയി എൻട്രൻസ് കോച്ചിങ്, ആ കോച്ചിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഇപ്പം ഏറ്റവും നല്ല കോച്ചിങ് സെൻ്ററിൽ നിന്ന് 1 ലക്ഷം പേര് പോകുമ്പോഴല്ലേ അതിനകത്ത് 1000 പേർക്ക് കിട്ടുന്നത്. അതല്ലെങ്കിലും അവർക്ക് കിട്ടിയാനെ സ്വന്തം പഠിച്ചാലും. പിന്നെ കാശുള്ളത്, അതെ, എല്ലാവരും പോകുന്നത് കൊണ്ട് കൊടുക്കുകയാണ്. പിന്നെ കാശുള്ളത് കൊടുക്കണമല്ലോ, അങ്ങനെയാണല്ലോ ലോകം നന്നാവുക. അപ്പോൾ എല്ലാവരും കാശ് കളയാണ്. ആ പഠിപ്പിക്കുന്ന മാഷന്മാരൊക്കെ എവിടെയെങ്കിലും നല്ല ജോലി കിട്ടുകയാണെങ്കിൽ അവിടെ പഠിപ്പിക്കാൻ പോവുക. ഈ ട്യൂഷൻ സെൻറ്റർ, കോച്ചിങ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പഠിപ്പിക്കുന്നവർ മിക്കവാറും എങ്ങനെയുള്ളവരായിരിക്കും? ജീവിതത്തിൽ വേറെ പണിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഒരു സബ്ജക്റ്റിൽ ഒരു ചാപ്റ്റർ മാത്രം പഠിപ്പിക്കുന്ന മാഷന്മാരാണ് അവർ. അടുത്ത ചാപ്റ്റർ പോലും അറിയില്ല. ഒരു ചാപ്റ്ററേ പഠിപ്പിക്കുള്ളൂ ചിലർ. കാരണം 10 ബാച്ച് ഉണ്ടാവും. 10 ബാച്ചിൽ ഒരേ സബ്ജക്റ്റ് ഒരേ ചാപ്റ്റർ പഠിപ്പിക്കല്ലേ നല്ലത്. അതെ, എനിക്കറിയാം. അതെ, ഒരു അടുത്ത ചാപ്റ്ററും ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു ചാപ്റ്റർ ഉണ്ടോ കെമിസ്ട്രിയിൽ? നമ്മളൊക്കെ ഓരോ ചാപ്റ്ററും ഓരോ സബ്ജക്റ്റും മറ്റേ സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധമാണ് പറയുക. അതുപോലും അറിയില്ല. കാരണം ഇവിടെയൊക്കെ പഠിപ്പിക്കുന്ന മാഷന്മാരെ നമുക്ക് അറിയുന്നവരാണ്. അതുകൊണ്ട് പറഞ്ഞത്. ഈ IAS 10 പ്രാവശ്യം ട്രൈ ചെയ്ത് കിട്ടാത്തവരാണ് IAS കോച്ചിങ് സെൻറ്റർ നടത്തുന്നത്. നീറ്റ് ഒരു 10 പ്രാവശ്യം എഴുതി നീറ്റായിട്ട് തോറ്റവരാണ് നീറ്റിൽ ക്ലാസ് എടുക്കുക. ജയിച്ചവൻ ഡോക്ടറായിട്ട് പോവല്ലോ, തോറ്റവനല്ലേ ക്ലാസ് എടുക്കാൻ പോണേ. അല്ല, ആ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മക്കളെ സെൽഫായിട്ട് ഇതൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വെറുതെ ഇരിക്കലല്ല.
ഓരോ നിമിഷവും നമ്മൾ ധൃതി പിടിച്ച് എന്താണ് വേണ്ടതെന്ന് തീരുമാനിച്ച് അവർക്കൊരു ബോധം വരുമ്പോൾ ആണ് നന്നാവും. പിന്നെ ഏത് ഗ്രാജുവേഷൻ പഠിച്ചവർക്കും നാളെ ഇപ്പം കമ്പ്യൂട്ടർ സയൻസും മെക്കാനിക്കലും സിവിലും ഇലക്ട്രോണിക്സും റോബോട്ടിക്സും AI ഡീപ്പ് ലേണിംഗ് മിഷൻ ലേണിംഗ് ML ഇതൊക്കെ കഴിഞ്ഞിട്ടും ബാങ്കിൽ ജോലി കിട്ടിയിട്ട് ബാങ്കിൽ വരുന്നവരെ കാണാറുണ്ട്. ഞാൻ ബാങ്കിൽ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരൊക്കെ കാണാറുണ്ട് ഇതൊക്കെ പഠിച്ചിട്ടാണ്. ഇതൊക്കെ ബാങ്കിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇത് പഠിച്ചത്? എന്നിട്ട് അവിടെ ചോദിക്കുന്നത് എന്താണ്? അവിടെ ചോദിക്കുന്നത് ജനറൽ നോളജും ഹിസ്റ്ററിയും ജിയോഗ്രഫിയും പിന്നെ ഇതൊക്കെ ചോദിച്ചിട്ടാണ് അവർക്ക് പിന്നെ ബാങ്ക് ജോലി കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നും തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. ഏത് ഗ്രാജുവേഷൻ കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ജോലികൾ കിട്ടണമെങ്കിൽ അവർ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ ഈ ബിടെക് പഠിക്കുന്നത് മുതൽ പഠിച്ചു തുടങ്ങണം. ഗേറ്റ് എക്സാം പാസ്സാവണം എഞ്ചിനീയർമാർ. കാരണം മിക്കവാറും പബ്ലിക് എൻ്റർപ്രൈസിങ് ആയാലും അല്ലെങ്കിൽ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഓഫീസുകളായാലും അവർ ഗേറ്റാണ് ചോദിക്കുക. ഈ ഗേറ്റ് എന്ത് ചെയ്യും? ബിടെക് കഴിഞ്ഞിട്ട് 2 വർഷം കോച്ചിങ്ങിന് ഹൈദരാബാദിലെ കുറേ പേര് വരിക. ഞാൻ ഹൈദരാബാദുകാരനാണ്. കേരളത്തിൽ നിന്നുള്ള കുറേ എഞ്ചിനീയർമാർ അവിടെ കാണാം. ബിടെക് കഴിഞ്ഞവർ, എഞ്ചിനീയർമാരല്ല ബിടെക് കഴിഞ്ഞവർ, അവരൊക്കെ ഗേറ്റ് കോച്ചിങ്ങിന് അവിടെ എത്താറ്. എന്നിട്ട് 2 കൊല്ലം മനക്കെട്ടിട്ട് കിട്ടാണ്ട് പോകുന്ന കുറേ പേര് നമുക്കറിയാം. അവിടെയും ചിലവഴിക്കും ഒരു 5-10 ലക്ഷം. അപ്പോൾ ഇന്ന് മുതൽ ഈ സമയം മുതൽ ഗേറ്റ് എക്സാം, GRE, ടോഫ്, പിന്നെ IELTS ഏതൊക്കെയാണോ ബിടെക് കഴിഞ്ഞിട്ട് എഴുതേണ്ടത് സ്വന്തം പഠിച്ചു തുടങ്ങുക, കോച്ചിങ്ങിന് നാളെ പോകുന്നതിന് പകരം. അങ്ങനെ പഠിച്ചാൽ ഏത് പഠിച്ചാലും നല്ല രസമായിട്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക് എൻ്റെ ഒരു ബുക്ക് ഉണ്ട്. സിവിൽ സർവീസ് എഡ്ജ്, കുട്ടികൾക്ക് എങ്ങനെ സിവിൽ സർവീസ് പാസ്സാവണം. ഇത് കൃത്യമായിട്ട് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങും. 7ാം ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങണമെന്നാണ് പറയുക. പോട്ടെ 10ാം ക്ലാസ് മുതൽ വേണ്ട, 12ാം ക്ലാസ് വേണ്ട, ഗ്രാജുവേഷനെങ്കിലും പഠിക്കുമ്പോൾ ജനറൽ നോളജ് ഉണ്ടാവണ്ടേ. അപ്പോൾ എല്ലാത്തിനും താല്പര്യം ഉണ്ടാവണം. അങ്ങനെ സിവിൽ സർവീസും എഴുതാം. ഏത് ഗ്രാജുവേഷനും എഴുതാൻ പറ്റുന്ന ഒരാളാണ് സിവിൽ സർവീസ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്, പലതും എഴുതാം. പിന്നെ മാസ്റ്റേഴ്സിന് അടുത്ത പ്രശ്നം ഇതായിരിക്കും, ഇത് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സിന് എന്താ പോകേണ്ടത്? അത് 10ാം ക്ലാസ് പാസ്സായിട്ട് എവിടെയോ കൂലിവേലക്ക് പോകുന്ന അമ്മ വിളിച്ച് ചോദിക്കുകയാണ്, എൻ്റെ മകൻ ബിടെക് കഴിഞ്ഞു, ഇനി മാസ്റ്റേഴ്സിന് എന്തിനാണ് പോകേണ്ടതെന്ന്. ഈ ബിടെക് കഴിയുമ്പോഴും മക്കൾക്ക് ആ ബോധം ഉണ്ടാവണ്ടേ ഏതാണ് മാസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നല്ലപോലെ മക്കളെ സെൽഫായിട്ട് ഗവേൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റുകയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അങ്ങ് വിളിച്ചതിൽ സന്തോഷമേ ഉള്ളൂ. നമ്മൾക്ക് ഒരേ നാട്ടുകാരാണല്ലോ, ഒന്നുമില്ലെങ്കിൽ. അല്ല, നമ്മളും ഗൈഡ് ചെയ്യണം, വേണ്ടാന്നല്ല പറഞ്ഞത്. പക്ഷെ ഞാൻ പറയാ, ഈ മക്കളെ വളർത്തുന്നത് ഈ പട്ടം പറത്തുന്ന പോലെ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ മമ്മൂട്ടി പറയുന്നുണ്ട്. അവരെ സ്വന്തം പറക്കാൻ വിടുക, പക്ഷെ കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടാവണം. ആ സ്ട്രിങ് എപ്പോഴാണോ വലിക്കേണ്ടത്, എപ്പോഴാണോ മുറിക്കേണ്ടത്, ആ സമയത്ത് വേറെ ഒന്നും വന്ന് നമ്മളെ മുറിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം മക്കളെ. അത്രേ ഉള്ളൂ. ഞാൻ കുവൈത്തിൽ വന്നിട്ടുള്ളതാ, എല്ലാ സ്കൂൾസിലും വന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് രാജ്യം നോക്കിയാലും കുവൈത്ത് ഡോക്ടർ TPS എന്നടിച്ചു കഴിഞ്ഞാൽ കുവൈത്തിൽ എന്നെ കാണാം. ബഹ്റൈൻ ഡോക്ടർ TPS ബഹ്റൈനിൽ കാണാം. ഓക്കെ, സൗദി അറേബ്യ ആ ബ്രിഡ്ജ് പിന്നെ ബഹ്റൈനിലേക്കുള്ളത്, അപ്പോൾ സൗദി അറേബ്യയിൽ. അങ്ങനെ ഓരോ സ്ഥലത്തും. മസ്കറ്റിലൊക്കെ 2000 മുതൽ 26 വർഷം മുമ്പ് പോയി തുടങ്ങിയ ആളാണ്. ദോഹ, എല്ലായിടത്തും പോയിട്ടുള്ളൂ. ഖത്തറിൽ ദോഹയിൽ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ UAE എല്ലാ സ്ഥലത്തും, ഷാർജ, അലൈൻ, അബുദാബിയിലൊക്കെ 1 മാസം നിന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. എങ്ങനെ അവർ എന്ത് ചെയ്യണം, അടുത്ത 7ാം ക്ലാസ് മുതലുള്ള 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇരിക്കും അതിനകത്ത്. നാളെ എന്ത് പഠിക്കണം എന്നങ്ങനെ പഠിപ്പിക്കാം. ഓക്കെ, സന്തോഷം. എവിടെയെങ്കിലും വെച്ച് കാണാം എപ്പോഴും. ശരി, സന്തോഷം. ബൈ.